ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിന്ന് കോളിഫ്ലവർ 65 ഉണ്ടാക്കാൻ പോവുകയാണ്. വരും നമുക്കൊന്ന് നോക്കിയാലോ. ഞാനിവിടെ കോളിഫ്ലവർ 65 ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ചിക്കൻ 65 ഉണ്ടാക്കുന്ന പോലെ തന്നെ കോളിഫ്ലവർ 65. ഇനി ഞാൻ കോളിഫ്ലവർ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനി അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കുക. നമുക്കിങ്ങനെ ഒന്ന് വേവിക്കാമേ. ഞാൻ അതിനകത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാമേ ഗ്യാസ്. കോളിഫ്ലവർ ഒത്തിരി വെന്ത് പോകാൻ പാടില്ല. ഇനി നമ്മളിത് ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയേ. അങ്ങനെ ഞാനിവിടെ കോളിഫ്ലവർ ഡ്രെയിൻ ചെയ്ത് വെച്ചേ. ഇനി നമ്മൾ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഒരു 5 സ്പൂണ് മൈദമാവ് എടുത്തിട്ടുണ്ട്, മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലോർ അതും ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ചിക്കൻ 65യുടെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഗരം മസാല ചേർക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് കളർ ആഡ് ചെയ്യാമേ. ഈ പരുവത്തിൽ വേണം മാവ് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. ഓൾറെഡി ചിക്കൻ 65യുടെ പൗഡറിനകത്തെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഞാൻ വേവിച്ച് വെച്ച് കോളിഫ്ലവർ ബാറ്ററിനകത്തോട്ട് ഇട്ട് ഇനി ഇത് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇടാം. ഞാൻ തിരിച്ചിട്ട് അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ 65 റെഡി ആയിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ 65 റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.